സോ ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകരൊക്കെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7ന്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണെന്നറിയാം. ഇനിയപ്പോൾ 8 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൺഫേം ആയി. 27, 28, 29 തീയതികളിൽ അവര് ചെന്നൈയിലേക്ക് എത്തും. കോമണേഴ്സും ഓൾമോസ്റ്റ് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് കണ്ടസ്റ്റൻസിന്റെ ഒരു കൺഫർമേഷൻ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? 100% ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഏതാണ്ട് നമുക്കൊരു 90% നിങ്ങൾ വെച്ചോ. ബാക്കി നമുക്ക് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറിയതിനു ശേഷം അല്ലെങ്കിൽ അതിനൊരു 1-2 ദിവസം മുൻപേ നമുക്കൊരു 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ല, അതുവരെയും നമ്മളൊരു 90% ഉറപ്പിച്ചാൽ മതി. കാരണം ആ ഒരു കരാവിനിൽ കയറുന്ന ആ ഒരു നിമിഷം അതുവരെയും ഇവര് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ബട്ട് നമുക്ക് ഈ ഒരു ലിസ്റ്റാണ് ഏകദേശം 100% കൺഫേം ആയവരുടെ ലിസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പുതിയ 1-2 പേരും കൂടെ വന്നിട്ടുണ്ട്. ലിസ്റ്റ് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു വൻ ശോകാവസ്ഥയാണ്. അത്രയ്ക്കും എനിക്ക് വലിയ മികവ് തോന്നുന്ന കുറെ കണ്ടസ്റ്റൻസിന്റെ പേരൊന്നും അല്ല ഞാൻ കണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങളും ഒന്ന് പറയൂ, എങ്ങനെയുണ്ട്? ഇത് വെച്ചിട്ട് ഈ ഒരു സീസണൊക്കെ മെച്ചമാകുമോ അതോ കഴിഞ്ഞ സീസൺ 6നേക്കാളും ദുരന്തമാകുമോ എന്ന്? കാരണം അതിന് മുകളിൽ പോകാൻ പറ്റുന്ന കണ്ടസ്റ്റൻസിനെ ഒന്നും കണ്ടില്ല. ഒരു പ്രീ ജഡ്ജ്മെന്റ് ഒന്നും അല്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ കണ്ടസ്റ്റൻസിൽ ഒരു കുറച്ച് പേരെങ്കിലും ഒന്ന് മാറി 1-2 പേരെങ്കിലും മതിയല്ലോ നമുക്കൊരു സീസൺ മികച്ചതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈൽഡ് കാർഡൊക്കെ വരുന്ന 1-2 പേരൂടെയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ കയറിപ്പോക്കോളും. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ രഞ്ജിത്ത് മുൻഷി ഒരു ആക്ടറാണ്. അപ്പൊ കഴിഞ്ഞ ഒരു സീസണിലും ആള് കൺഫേം ആയതായിരുന്നു. ബട്ട് അവസാന നിമിഷം എന്തോ ആള് പിന്തള്ളപ്പെട്ടു. എന്നാണെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് ആളെത്തുമെന്ന്. ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അപ്പം അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തത് ഒരു ആക്ടറും മോഡലും ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള അഭിശ്രീ. അപ്പം അഭിശ്രീ നമ്മൾ പ്രഡിഷൻ ലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക്. ഏകദേശം നമുക്ക് 90% ഈ പറയുന്നവരുടെ പേരുകളൊക്കെ ഒന്ന് ഉറപ്പിച്ചു. 100% ആരും ഉറപ്പിക്കാൻ നിൽക്കേണ്ട. ഇത് ബിഗ് ബോസ് ആണ്, അതുകൊണ്ട് തന്നെ 90% നിർത്തിക്കൂ. അടുത്തത് ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. അപ്പം ഫോട്ടോ കൊടുക്കുന്നുണ്ട്. പുതിയൊരു ആളാണ് നമ്മുടെ ലിസ്റ്റിലേക്ക്. പ്രഡിഷൻ ലിസ്റ്റിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ നമുക്ക് നോക്കാം. ഏകദേശം കൺഫേം ആയി എന്നാണ് അറിയുന്നത്. അപ്പൊ അടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ മ്യൂസീഷ്യൻ സിംഗർ ഒക്കെ ആയിട്ടുള്ള അക്ബർ ഖാൻ. അടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂർ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ട്രോളുകളിലൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ശാരിക. മിക്ക പ്രഡിഷൻ ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കഴിഞ്ഞ സീസൺ മുതൽ. എന്തായാലും ഈ ഒരു സീസണിൽ കൺഫേം ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് വേറെ ആരുമല്ല, സിനി ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്ത്. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മുടെ പ്രഡിഷൻ ലിസ്റ്റുകളിലെല്ലാം കയറി വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ കൺഫേം ആയി എന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. അടുത്ത TV സീരിയൽ ആക്ടർ, TV ഷോസിലൊക്കെ ഉള്ള ജിഷിൻ മോഹൻ. കഴിഞ്ഞ 1-2 സീസണുകളിലൊക്കെ ആളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. ബട്ട് അവസാന നിമിഷം ആള് പിന്തള്ളപ്പെട്ടു. ഈ സീസണിൽ എന്താണെങ്കിലും കൺഫർമേഷൻ ലിസ്റ്റിൽ വരെ എത്തുന്നുണ്ട്. കഴിഞ്ഞ സീസണിലൊന്നും ആ ഒരു പ്രഡിഷൻ ലിസ്റ്റ് കഴിഞ്ഞ ആളുടെ പേര് കേൾക്കാനില്ലായിരുന്നു. ഈ സീസണിൽ എന്താണെന്നുണ്ടെങ്കിലും 100% ആൾ എത്തുമെന്നുള്ള ആ ഒരു വിവരങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. അടുത്തത് ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ്, കൊറിയോഗ്രാഫ് ഒക്കെ ആയിട്ടുള്ള നെവിൻ. ഞാൻ 1-2 പ്രഡിഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് അറിവുകൾ മാത്രമേ ആളെ കുറിച്ച് കിട്ടിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് 1-2 ആഴ്ചകൾക്ക് മുന്നത്തെ ഒരു പ്രഡിഷൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്താണെങ്കിലും കൺഫേംഡ് ആയി എന്നാണ് അറിയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തതും ഒരു ആക്ടർ, കണ്ടന്റ് ക്രിയേറ്റർ, അതുപോലെ തന്നെ ഫുഡ് വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഒനീൽ സാബു. ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രഡിഷൻ ലിസ്റ്റുകളിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. 1-2 ആഴ്ചകളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രഡിഷൻ ലിസ്റ്റുകളൊന്നും അധികം ഇടുന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. എന്താണെങ്കിലും ഒന്ന് കൺഫേം ആകട്ടെ എന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ആൾ കൺഫേം ആയി എന്നാണ് അറിയുന്നത്. നോക്കാം. അടുത്തതൊരു കൊമേഡിയൻ ആണ്, ദീപക് മോഹൻ. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ ആണ് ആള് നോക്കിക്കൊണ്ടിരിക്കുന്ന. കോമഡി, സ്റ്റാൻഡിങ് കോമഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപക് മോഹൻ ആണ്. പുതിയൊരു ആളുടെ പേരാണ് നമ്മൾ പറയുന്നത്. ലിസ്റ്റുകളിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ ഒരു വ്യക്തിയുടെ പേര്. ദീപക് മോഹൻ എന്താണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേം ആയി എന്ന് പറയുന്നുണ്ട്. അടുത്തത് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില അന്നോറ. അപ്പം പ്രഡിഷൻ ലിസ്റ്റ് തുടക്കം മുതൽ ആളുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ അവർക്ക് വരാൻ പറ്റിയില്ല. ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ സീസണിൽ അവർ കൺഫേം ആയി എന്നറിയുന്നു. നോക്കാം. അടുത്തത് സ്റ്റാർ മാജിക് ഫെയിം അനുമോൾ, ആക്ട്രസ് ആണ്. TV ഷോസിലൊക്കെ ഉള്ള സീരിയൽസിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. തുടക്കം മുതലുള്ള പ്രഡിഷൻ ലിസ്റ്റുകളിലുണ്ട്. കൺഫേം ആയി എന്ന് കേൾക്കുന്നു. ഇനി പറയാൻ പോകുന്നതും നമ്മൾ ആദ്യം പറയുന്ന ഒരു ആളാണ്, RJ ബിൻസി. RJ ആണ്. അതുപോലെ തന്നെ മഴവിൽ മനോരമ, സൂര്യ കോമഡി, ഇതിലൊക്കെ TV ഹോസ്റ്റ് ആയിട്ടും ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രഡിഷൻ ലിസ്റ്റിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. RJ ബിൻസി ഈ ഒരു സീസണിലേക്ക് കൺഫേം ആയി എന്ന് കേൾക്കുന്നു. നോക്കാം. അടുത്തത് മറ്റാരുമല്ല,
ഈ ഒരു കുറച്ച് കാലമായിട്ട് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വേണ്ടി ഒരു പ്രകർശനം സോഷ്യൽ മീഡിയ കോൺട്രാവേഴ്സികളിലൊക്കെ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രേണു സുധിയാണ് കൺഫേം ആയി എന്ന് കേൾക്കുന്നു. നോക്കാം. അടുത്തത്, മുൻ സീസണുകളിലൊക്കെ എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും വന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ ആക്ടർ ആയിട്ടുള്ള നമ്മുടെ ഷാനവാസ് ഷാനുവാണ്. കഴിഞ്ഞ സീസണിൽ ഉറപ്പും വൈൽഡ് കാർഡ് ലിസ്റ്റിലും ഒക്കെ പറഞ്ഞിരുന്നു. അതിന് മുന്നത്തെ സീസണിലും പറഞ്ഞിരുന്നു ആളുടെ പേര് ഷാനവാസ് ഷാനു ബിഗ് ബോസിലേക്ക് ഉണ്ടെന്നൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ റോൺസൺ അവരുടെയൊക്കെ ഒരു കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ്. നോക്കാം നമുക്ക്. ആ ഒരു സീസണിലും പറഞ്ഞിരുന്നു. ഇപ്പം 4, 5, 6ാമത്തെ സീസണും കഴിഞ്ഞ് 7ാമത്തെ സീസണായി. നോക്കാം, ഈ ഒരു സീസണിൽ എന്താണെങ്കിലും കൺഫേം ലിസ്റ്റിലേക്ക് ആൾ എത്തിയിട്ടുണ്ട്, വരുമെന്നാണ് കേൾക്കുന്നത്. അടുത്ത സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലിയിൽ നിന്നുള്ള ഗീതാ ഗോവിന്ദം സീരിയലിൽ ഉണ്ടായിരുന്ന ബിന്നിയാണ് ഈ ഒരു സീസണിലേക്ക് കൺഫേം ആയി എന്ന് പറയുന്നത്. അടുത്തതൊരു മോഡലും ആക്ടറും ഒക്കെ ആയിട്ടുള്ള ആര്യൻ കത്തൂരിയ. അപ്പം ആളും ഈ ഒരു സീസണിലേക്ക് കൺഫേം ആയി എന്ന് കേൾക്കുന്നു. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നും ഉൾപ്പെട്ട ആളല്ല. എന്താണെങ്കിലും നോക്കാം നമുക്ക്. കൺഫേം ലിസ്റ്റിലാണ് ആളുടെ പേര് പറയുന്നത്, ആര്യൻ കത്തൂരിയ. ഇനി പറയുന്ന ഒരു 1-2 പേരുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ചിലപ്പം വൈൽഡ് കാർഡായിട്ട് വരാം. ഒരു 90% പോലും ഞാൻ പറയുന്നില്ല, ഒരു 80% അവരെ വെയിറ്റിംഗിൽ നമുക്ക് വെക്കാം. ഏകദേശം കൺഫേം ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവര് പിന്മാറിയെന്നും ചിലപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് വെക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഒരു 80% നമുക്ക് നിർത്തിയാൽ മതി. ആദ്യം കൺഫേം ആയ ലിസ്റ്റിലും അല്ലെങ്കിൽ ഈ ഒരു സീസണിലേക്ക് ഉറപ്പ് പറഞ്ഞിരുന്ന വ്യക്തികളായിരുന്നു. ഒന്ന് നമ്മുടെ സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷ്, ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നുള്ള രേഖ രതീഷ് നമുക്കൊരു 80% നമുക്ക് നിർത്തിയേക്കാം. അതുപോലെ തന്നെ ആദിത്യൻ ജയൻ, സീരിയൽ ആക്ടർ ആയിട്ടുള്ള ആളുടെ പേര് നമ്മൾ കൺഫേം ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്കൊരു 80% അവിടെ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് നമുക്ക് നിർത്തിയേക്കാം. ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ആളുടെ പേരും അവിടെ നിർത്തിയേക്കാം. അടുത്തത് നമ്മുടെ ദൃശ്യം ആക്ടറൊക്കെ ആയിട്ടുള്ള നമ്മുടെ റോഷൻ ബഷീർ, ആളും ഏകദേശം കൺഫേം ആയി എന്ന് കേട്ടിരുന്നു. പിന്നീട് പിന്മാറിയെന്നും ഇപ്പം കൺഫർമേഷൻ ആയിട്ട് ഇല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആളുടെ പേര് ഞാൻ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു 80% നിർത്തുന്നു. അടുത്തത് അവന്തിക മോഹൻ, ആക്ട്രസ് ആണ്. അപ്പം ആളുടെ പേര് ഞാൻ ഈ പറയുന്നത് പോലെ 80% സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്നു. മിക്കവാറും വരാനുള്ള സാധ്യതകളില്ല, ആൾ പിന്മാറി എന്നൊക്കെ കേൾക്കുന്നു. ഇതുവരെ നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അവസാന നിമിഷവും ആള് കൺഫേം ആയി എന്നൊക്കെയുള്ള ഒരു അറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചതാണ്. എന്താണേലും നോക്കാം. ഒരു 80% ആളുടെ പേരും വെച്ച് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു 2-3 പേരുടെ പേര് ഞാൻ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് അഡീഷണൽ നിർത്തുന്നുവെന്ന് മാത്രം. സോ ഇതൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഇവരൊക്കെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്ന. കൺഫേം ആയി എന്ന് കേൾക്കുന്നുണ്ട്. ഒരു 90%, 80% ഒക്കെ ഒരു ഉറപ്പിൽ നിങ്ങൾ നിർത്തിയാൽ മതി. നമുക്ക് നോക്കാം. ഒരു ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസ് ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ പേരെങ്കിലും ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാരണം ഈ ഒരു കണ്ടസ്റ്റൻസും ഒക്കെ ആയി പോയിട്ട് ഈ ഒരു സീസൺ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നല്ലൊരു ശതമാനം ആൾക്കാരെയും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇവരൊക്കെ വെച്ച് എങ്ങനെ ഈ ഒരു സീസൺ കഴിഞ്ഞ ഒരു സീസണിൽ ദുരന്തമാകുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നാണേലും നിങ്ങൾ ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. കോമ്പിനേഷന്റെ കൺഫർമേഷൻ ആയി എന്നാണ് അറിയുന്നത്. ഏകദേശം 4-5 പേരെ അവർ കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1-2 പേരെ അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ ആൾക്കാരെ തിരഞ്ഞെടുക്കും അടുത്ത ദിവസങ്ങളിൽ. ഓൾമോസ്റ്റ് ഫൈനലി ചെയ്തെന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. ഒരു കുറച്ച് പേരെയെങ്കിലും ഇവരൊന്ന് മാറ്റി ഈ കൺഫേം ലിസ്റ്റ് ഒക്കെ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നല്ല ആൾക്കാരും കൂടെ വന്നിരുന്നെങ്കിൽ ഈ സീസൺ നന്നായേനെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഇതൊരു കണ്ടിട്ടൊരു ദുരന്തം ആൾക്കാരുടെ ഒരു കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ പറയുക.